വെൽക്കം. നമ്മൾ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് യൂട്യൂബ്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പണം കുറച്ചെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നിക്ഷേപിക്കുന്നതും സൂക്ഷിച്ചു വയ്ക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് തന്നെ പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നുണ്ട്. പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് അഥവാ നമുക്ക് വെൽത്ത് മാസ്റ്ററി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചാണ് നമുക്ക് വെൽത്ത് അക്യൂർ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ IQ കൂട്ടാനായിട്ട് അപ്പോൾ നമുക്ക് അക്കാഡമിക് സബ്ജക്ട്സ് കോളേജിൽ പഠിക്കുന്നുണ്ട്, സ്കൂളിലും പഠിക്കുന്നുണ്ട്. ടെക്നിക്കൽ ഇപ്പോൾ BTech, MBA അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, മെഡിസിൻ എന്നൊക്കെ പറയുന്ന ടെക്നിക്കൽ സബ്ജക്റ്റാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അതീതമായി നമ്മൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളവർക്ക് സമ്പത്തുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് മണി മാസ്റ്ററി അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില ബാഡ് മണി ഹാബിറ്റ്സ് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സമ്പത്ത് ഉണ്ടാകേണ്ടിയിട്ട് നമ്മൾ വിട്ടുപോകാറുണ്ട്. ഒരിക്കൽ ഒരു യൂണിവേഴ്സിറ്റി US നടത്തിയൊരു പഠനത്തിൽ സമ്പന്നരായിട്ടുള്ള 100 പേരെ അടുത്ത് അവരുടെ 30-40 വർഷങ്ങൾക്ക് ശേഷമുള്ളവരുടെ ലൈഫിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിനകത്ത് മെജോറിറ്റി ആൾക്കാരും ഒന്നുമില്ലാതെ ദരിദ്രമായിപ്പോയി. അപ്പോൾ സമ്പത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് 2 പേരോ 3 പേരോ ആണ് ലാസ്റ്റ് സമ്പത്തുള്ളവർ 100 പേരിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ വളരെ അത്യാവശ്യം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് നമുക്ക് ഈ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും വെൽത്ത് മാസ്റ്ററിയും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം നമുക്ക് എങ്ങനെയാണ് ഒരു പാസീവ് ഇൻകം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം റെഗുലറായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നെങ്കിൽ, കാരണം നമ്മുടെ ഈ കോവിഡിൻ്റെ കാലത്തുള്ള പഠനങ്ങളൊക്കെ മെഡിക്കൽ സയൻസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു 10-15 വർഷം കൂടെ ഇനി കൂടുതൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ് നമുക്ക് റെഗുലർ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ 102 വയസ്സിലാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ 98 വയസ്സിലാണെങ്കിൽ ഇപ്പോൾ തന്നെ 85-88 പലരും മരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ ഡെസ്റ്റിനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്? അപ്പോൾ അതിന് പറ്റിയൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് പറ്റിയൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്കതിനൊരു സ്ട്രാറ്റജി തന്നെ വേണം. ഇനിയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് 2 വർഷം കൊണ്ടൊക്കെ അത് ഇരട്ടിയാകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എനിക്കറിയാം. വളരെ സേഫായിട്ട് 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് ഇപ്പോൾ ഒരു 1 CR ഇൻവെസ്റ്റ് ചെയ്ത് 2 CR ആകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമുക്കതിന് പഠിക്കാനായിട്ട് ഒരുപാട് സമയം വേണം. അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 0 റിസ്കിൽ. അപ്പോൾ അത് കുറച്ച് ഞാനിതിനകത്ത് നമുക്ക് വന്നു ചേരുന്ന പണം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ഈ കോഴ്സിനകത്ത്. അപ്പോൾ അവിടെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഗോൾ നമ്മൾ ഉണ്ടാക്കുക, അതിലേക്ക് പോവുക. പ്രത്യേകിച്ച് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ തീർച്ചയായിട്ടും നമ്മളൊരു ഗോൾ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിസൈസ് ആയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എത്തിച്ചേരും. പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് ശരിക്കും പറഞ്ഞാൽ 5P നമ്മൾ ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുക. നമുക്കത് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും മുന്നോട്ട് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു നമുക്ക് ലാഭം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൈസ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വർദ്ധിക്കത്തില്ല. പണം ഉണ്ടാക്കി നമ്മൾ ബാങ്കിലിട്ടാലും നമ്മളത് വർദ്ധിക്കത്തില്ല. പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ എപ്പോഴും നമുക്ക് നല്ല നേട്ടം കിട്ടുന്നത് ചിലവാക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു കുറേ പണം നമ്മൾ കയ്യിലുണ്ട്, അത് ചിലവാക്കുമ്പോഴത്തേക്കും അത് വിത്ത് വിതയ്ക്കുന്നത് പോലെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ തൗസൻഡ്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് അതിനെ ഒരു നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫ് സേവിങ്സ് നല്ലതാണ്, ബാങ്ക് FDയും കുറച്ചൊക്കെ വേണം, നമുക്ക് ഗോൾഡും അത്യാവശ്യമാണ്, അതേപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സും നല്ലതാണ്, ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റും നല്ലതാണ്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. പക്ഷേ ഇതിനൊരു അനുപാതമുണ്ട് ഏജ് അനുസരിച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ല, തൗസൻഡ്സ് ഓഫ് ഓപ്ഷൻസിനകത്ത് നോക്കിയിട്ട് ഏറ്റവും സ്ഥിരതയുള്ള ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളതിനകത്ത് നമ്മൾ നിക്ഷേപിക്കണം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ഈ വരുന്ന കോഴ്സിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും ലൈഫ് ലൈനിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിലേക്ക് വരിക. അത് നിങ്ങൾക്കൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ കറണ്ട് അസറ്റ്സ് എന്താണ് നമ്മളുടെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമുക്ക് എമർജൻസി ഫണ്ടുകൾ വന്നാലുണ്ടോ, നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള
ചിലവിനുള്ള പൈസ എപ്പോഴും നമ്മളുടെ അക്കൗണ്ടിൽ വേണം. അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വിട്ട് കളിക്കരുത്. ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് വരുന്ന ഫ്യൂവൽ പെട്രോളിനെ 3 മാസത്തേക്കുള്ളത് സൂക്ഷിച്ച് വെച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 3-3.5-4 മാസം മുമ്പ് വന്നിട്ടുള്ളതായിരിക്കും. ദാറ്റ് മീൻസ് ഇങ്ങോട്ടുള്ള കപ്പൽച്ചാലുകളോ എന്തെല്ലാം ബ്ലോക്ക് ചെയ്താൽ പോലും 3 മാസം രാജ്യത്തിന് പ്രവർത്തിക്കാനുള്ള ഫ്യൂവൽ ഇവിടെ വേണം, ഇന്ധനം വേണം. അത് രാഷ്ട്രത്തിൻ്റെ ഒരു പോളിസിയാണ്. എന്നതുപോലെ നമുക്ക് ശമ്പളം കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് രാഷ്ട്രം ഇത്ര മാസത്തേക്കുള്ള പൈസ അവിടെ സൂക്ഷിക്കണം എന്ന് തന്നെയുണ്ട്. എന്നതുപോലെ നമ്മളുടെ ഒരു ഇതാണ്, നമ്മുടെ കുടുംബ ചെലവും മറ്റ് ചിലവിന് വേണ്ടിയിട്ടൊരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള പൈസ നമുക്ക് എപ്പോഴും വേണം. നമ്മളത് തൊടാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം നമ്മളുടെ ഇത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടി നമുക്കൊരു ടോട്ടലി ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഒരു പോർട്ട്ഫോളിയോയും ഒക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മുടെ നെറ്റ് വർത്ത് എത്രയാണ്, നെറ്റ് വർത്ത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ മൊത്തമുള്ള അസറ്റിനകത്തുനിന്ന് നമ്മുടെ കൊടുക്കാനുള്ള ലയബിലിറ്റീസ് എല്ലാം നമ്മൾ കുറച്ചിട്ട് നോക്കുമ്പോഴാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എമർജൻസി ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കടം ആകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കടം വരുന്നത് നമ്മുടെ ഈ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഈ പ്രോഗ്രാമിൽ ഞാൻ 100 മെത്തേഡ്സ് നമുക്ക് ഡെറ്റ് ഫ്രീ ലൈഫായിട്ട് ജീവിതത്തിൽ നമ്മൾ കടമുണ്ടാകാതെ പ്രവർത്തിക്കാനായിട്ട് പറ്റിയ നമ്മൾ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്, ഡെറ്റ് ഫ്രീ ലൈഫായിട്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ക്വിക്കായിട്ട്, അഥവാ ഡെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കടം കയറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടം 0 ആക്കുന്നതിന് ഒരു ലോ ഓഫ് അട്രാക്ഷൻ, അത് റിവേഴ്സായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കടം ഇല്ലാതാക്കുക, വളരെ പെട്ടെന്ന് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, വളരെ ക്വിക്കായിട്ട് എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യാനുള്ള രീതികൾ. ഇങ്ങനെയുള്ള നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ ഉള്ള പൈസയെ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ അത് നമുക്ക് 10,000 റുപ്പീസ് ആണെങ്കിൽ അത് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റണം. അത് വെറുതെ നമ്മളെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് വളരത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന എന്തുകൊണ്ട് അതാദ്യം നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ലൈഫിൽ ചില ഡ്രീംസും ആംബിഷൻസും ഒക്കെ കാണും. നമുക്ക് വിദേശ രാജ്യങ്ങൾ ചിലത് വിസിറ്റ് ചെയ്യണം, പർട്ടിക്കുലർലി ചില രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹം കാണും. ചില പ്രത്യേക വാഹനത്തോട് നമുക്ക് ഇന്ന വാഹനം വാങ്ങിക്കണം, അതൊരു വലിയ സ്വപ്നമായിട്ട് സൂക്ഷിക്കുന്നവർ കാണും. പിന്നെ ഈ ടൈം വാല്യൂ ഓഫ് മണി, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ 1,00,000 രൂപ നാളത്തെ 1,00,000 അല്ല. ഓക്കെ. അത് നമ്മൾ ഏതിൽ അത് നിക്ഷേപിക്കുന്നു, പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണോ, നല്ല പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണോ. ആക്ച്വലി നമ്മൾ വളരെ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരുപാട്, എന്നാൽ നന്മയുള്ള പണം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ടാക്സ് പ്ലാനിങ്, അതിനകത്ത് നമുക്ക് നമ്മൾ നേടുന്ന പണം എല്ലാം കൂടെ ടാക്സിൽ പൊക്കളയരുത്. സേവിങ് ഹാബിറ്റ്സ് തന്നെ, പക്ഷേ അത് സേവിങ് ഹാബിറ്റ്സ് നമുക്ക് ഒരു നല്ല ഫ്ലറിഷ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു പേഴ്സണൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിനകത്തൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മൾ SIP ആയിരിക്കും ഉപയോഗിക്കുന്നത്, ഡെറ്റ് പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഫുൾ ഡേ നമ്മളിതിന് വേണ്ടിയിട്ട്, ഇത് നേരത്തെ കോഴ്സ് നടത്തിയിട്ടുണ്ട്, ഒരു 5 വർഷം മുമ്പൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇത് കാത്തിരിക്കാം. ഈ പ്രോഗ്രാമിനകത്ത് അവിടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മുടക്കുന്ന പണത്തെ അതിനെ നമ്മൾ കോടികളിലേക്ക് വളർത്താൻ പറ്റിയ, ഉണ്ടാക്കുക മാത്രമല്ല അതിനെ വളർത്താൻ പറ്റിയ മെത്തേഡ്സാണ് നമ്മൾ വെൽത്ത് മാസ്റ്ററിയിൽ. അപ്പോൾ അതിലേതാണോ നമുക്ക് ഏറ്റവും നല്ലത്. മറ്റൊന്ന്, നമുക്ക് നമ്മൾ എത്ര കാലം ജീവിക്കും എന്ന് പറയുന്നൊരു സംഭവം. ഇപ്പോൾ ഓർക്കാപ്പുറത്ത് ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെല്ലാം പിന്നെ ലിറ്റിഗേഷനിൽ പെട്ടിട്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ടിപ്പു സുൽത്താൻ്റെ 7ാമത്തെ 8ാമത്തെ ജനറേഷൻ ഇന്നും ജീവിച്ചിരിക്കുന്നവർ, അത് കൽക്കട്ടയിലാണ് കൂടുതൽ പേരും, അവർ വലിയ ദുരിതത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അന്ന് ടിപ്പു സുൽത്താൻ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സേവിങ്സ് മുഴുവൻ വെച്ചിരുന്നു. പക്ഷേ അത് ഇൻവെസ്റ്റ് ചെയ്തത് വളരെ കറക്റ്റായിട്ടുള്ളതിലായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയൊരു ഇത് പറ്റിയത്. വളരെ തുച്ഛമായ വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇന്നിപ്പം ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ സൂക്ഷ്മമായി കാലഘട്ടത്തിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണും. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ
ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി 18-20 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്കത് കോടിയിലേക്ക് വരാവുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഫോറിൻ എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിലോ മാരേജ് വരുമ്പോഴോ അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ടിങ് സംഭവം കൊടുക്കണമെങ്കിലോ എല്ലാം നമുക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ യൂട്യൂബ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ ഒരു കോഴ്സ് കൂടെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മാക്സിമം പ്രയോജനപ്പെടുത്താനും അതുവഴി ഇതിനകത്ത് വേറെ മറ്റൊന്നും അല്ല ഉള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടാവുന്ന സംഭവത്തെക്കുറിച്ചുള്ള ഭയങ്കര എക്സ്പേർട്ടുകൾ പഠിച്ചിട്ടുള്ള അതിൻ്റെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനം നിങ്ങളിലേക്ക് പകർത്തിത്തരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. എത്രയും പെട്ടെന്ന് ലൈഫ് ലൈനുമായിട്ട് ബന്ധപ്പെടുകയും ഇതിലേക്ക് ഈ ഒരു വെൽത്ത് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് വരാൻ ഉള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.